ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പറ്റുന്നവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കേരളത്തിലെ നടിമാർ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് അവരുടെ വസ്ത്രധാരണത്തിന്റെ പേരിലാണ്. പ്രത്യേകിച്ച് ഉദ്ഘാടനത്തിനും മറ്റും അവർ വരുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ തീർത്തും വൾഗറാണ്. അത് നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ പൈതൃകത്തെ തന്നെ നശിപ്പിക്കുന്നതാണെന്നുള്ള ആരോപണം പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്നാരാജൻ, ഹണി റോസ്, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയ ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. എന്തായാലും ഈ ഒരു വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഉദ്ഘാടന താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. സോ ഗൈസ്, ഇതിനകത്ത് ഐശ്വര്യ ലക്ഷ്മി, തുമ്പി ഇവർ രണ്ടുപേരും എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനങ്ങൾക്ക് വരുന്നത്. പക്ഷേ അന്നാരാജനും ഹണിറോസും ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ സഭ്യമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന സാരിയാണ് ഉടുക്കാറ്. പക്ഷെ അതിനെ ഏറ്റവും വൾഗർ ആയിട്ടുള്ള രീതിയിൽ ഉടുത്തുകൊണ്ടുവന്ന് അത് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷനിലേക്ക് അവരും പോകാറുണ്ട്. എന്തായാലും ഈ അടുത്തിടെ അന്നാരാജൻ ആറ്റുകാൽ പൊങ്കാല ഇട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അത് നമ്മുടെ കേരളം വളരെയധികം ചർച്ചയിലാണ്. പക്ഷേ ഇതിനെ ഇത്രത്തോളം വൾഗറായിട്ട് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനകത്ത് മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഓൺലൈൻ മീഡിയാസ് ആണ്. കാരണം കൃത്യമായിട്ട് എങ്ങനെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടാനുള്ള വിഷ്വൽസ് കിട്ടുമെന്ന് അതിന്റെ ക്യാമറമാൻമാർക്ക് അറിയാം. ആ രീതിയിൽ തന്നെ അവർ ക്യാമറ വെക്കും. നമ്മൾ ഈ അടുത്ത് കണ്ടാണ് ദൃശ്യം ഫെയിം ആയിട്ടുള്ള എസ്തർ കാറിലേക്ക് കയറുന്നതിന് മുൻപ് ക്യാമറ താക്കുവാണ്ട് ആവശ്യപ്പെട്ടത്. കൃത്യമായിട്ട് ഇങ്ങനെയാണ് ക്യാമറ പിടിക്കുന്നത്, ഈ ഒരു ലെവലിൽ. അതാകുമ്പോൾ കൃത്യം ഇവിടെ കിട്ടും, അത് വെച്ച് റീച്ച് ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു തടയിടേണ്ടത് അനിവാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിന് തുടക്കം എന്നോണം ഐശ്വര്യചന്ദ്രൻ എന്ന് പറയുന്ന ഒരു താരം ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ധരിച്ച വസ്ത്രം ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു ദൃശ്യം ഒന്ന് കണ്ടുപോകാം. ഇതുമായി ബന്ധപ്പെട്ട് നടി തസ്നീഖാൻ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടിരിക്കുന്ന കമന്റ് എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള പെർമിഷനും അവകാശവും ഉണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സദസ്സിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ചു വരികയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. ഇത് പലപ്പോഴും പലരും ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിലും ഒരു സ്കൂളിലെ ഫംഗ്ഷൻ ആണെങ്കിലും അതിനകത്തൊക്കെ ഈ താരങ്ങൾ വരുന്നത് ഒട്ടും സഭ്യമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് എന്നുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെ ഏറ്റവും അധികം വൾഗറായിട്ട് ചിത്രീകരിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യാണ്ട് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ കൂടി മത്സരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ബോർഡ് കത്തിവെക്കുന്ന പല ദൃശ്യങ്ങളും നമ്മൾ ജനങ്ങളിലേക്ക് ഒരു ഒളിയും മറയില്ലാതെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്
ഇവിടെ പ്രസക്തമായിട്ട് മാറുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിനകത്ത് ഇവരുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാനും മറ്റൊന്നും ഞാൻ ആളല്ല. അതെല്ലാം ഒരു പൗരന്റെ അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം ഉചിതമാണെന്നും എനിക്കറിയില്ല. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നിരിക്കുന്ന വാർത്തയും കൂടി നമുക്ക് കണ്ടുനോക്കാം. പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാന്യമായി വസ്ത്രം ധരിച്ചു വരണമെന്ന് നടി തസ്നി ഖാൻ. പുതുമുഖ നടി ഐശ്വര്യ ചന്ദ്രനെതിരെയാണ് തസ്നി ഖാന്റെ വിമർശനം. മുഖ്യമന്ത്രി വി.ഡി. സതീശിനൊപ്പം ഫോട്ടോ എടുക്കുന്ന വീഡിയോയിലാണ് തസ്നി ഖാൻ തന്റെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തിയത്. ഐശ്വര്യയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ടാണ് തസ്നി ഖാന്റെ കമന്റ്. ഒരു പ്രധാനപ്പെട്ട സദസ്സിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ച് വരണമെന്നാണ് അവർ പറയുന്നത്. ഈ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിൽ നടക്കാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ വരുന്ന ചടങ്ങിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ച് വരിക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യത കൂടിയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകൾ തസ്നീഖാന്റെ താഴെ ലൈക്കുകളും കമന്റുകളും മറ്റും എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിലാണ് നടി ഐശ്വര്യ ചന്ദ്രൻ മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്തത്. ഏതായാലും ജോജു ജോർജിന്റെ പുതിയ സിനിമയിലെ നായികയാണ് ഐശ്വര്യ. എന്നാൽ ഈ ഒരു വിഷയത്തിനകത്ത് നമ്മുടെ പഴയ തലമുറയ്ക്ക് ഇന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പലപ്പോഴും ഇത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും അധികം എന്നെ ചിരിപ്പിച്ചൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നമ്മൾ തിരഞ്ഞെടുത്തത് ഈ സംസ്ഥാനം ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്നതിനതാണ് ഇപ്പോൾ ഏറ്റവും അധികം താല്പര്യപ്പെടുന്നത്. നേരത്തെ LDFന്റെ മന്ത്രിസഭയിൽ VN വാസവൻ എന്ന് പറയുന്നൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കോട്ടയംകാരനായിട്ടുള്ള മന്ത്രി. അദ്ദേഹത്തിന് ഞങ്ങൾ കോട്ടയംകാർ ഒരു ഇരട്ടപ്പേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉദ്ഘാടന വകുപ്പ് മന്ത്രി. കേരളത്തിൽ എന്തൊരു ഷോറൂം ഉദ്ഘാടനം ചെയ്യണമെങ്കിലും അവിടെ എല്ലാം VN വാസവൻ ഉദ്ഘാടനത്തിനായിട്ട് എത്താറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി V.D. സതീശന്റെയും പോക്ക്. അദ്ദേഹത്തിന് ഉദ്ഘാടനവും മറ്റ് മാമാങ്കങ്ങളും കഴിഞ്ഞിട്ട് കേരളം ഭരിക്കാനുള്ള ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തലസ്ഥാന ജില്ലയിലില്ല. എന്നാൽ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താണ്ട് മറക്കരുത്. ഓക്കെ, ബൈ.